നമസ്തേ. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വളാഞ്ചേരിയിലെ HIV ബാധയിൽ ആശങ്ക സ്ഥിരീകരിച്ചത് ജയിലിലെ പരിശോധനയിൽ. കൂടുതൽ പേർക്ക് രോഗമെന്ന് സംശയം. ആരോഗ്യവകുപ്പ് പരിശോധന അവതാളത്തിൽ. കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന എത്തുന്ന ബംഗ്ലാദേശ് സ്വദേശികളെ പിടികൂടുന്നതിൽ സംസ്ഥാനം പൂർണ്ണ പരാജയം. പലരും ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർ. ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന കേന്ദ്ര ഏജൻസികളുടെ മുന്നറിയിപ്പുകൾക്കിടയിലും നിസ്സംഗത പാലിച്ച് പോലീസ്. ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ഇസ്ലാമിസ്റ്റുകൾ. മാൽഡയിൽ നിരവധി കടകളും വാഹനങ്ങളും തകർത്തു. കേന്ദ്ര സായുധ സേനകളെ വിന്യസിക്കണമെന്ന് പ്രതിപക്ഷം. പത്തനംതിട്ട നാരങ്ങാനത്ത് CPM നേതാവിൻ്റെ ഭീഷണിയിൽ ജോലി ചെയ്യാൻ ഭയന്ന വില്ലേജ് ഓഫീസർ. അവധിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ സ്ഥലം മാറ്റത്തിന് കലക്ടർക്ക് അപേക്ഷ. ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയത് നികുതി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന്. കരുവന്നൂർ കേസിൽ അന്വേഷണം മുറുകിയതോടെ EDക്കെതിരെ CPM. കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് CPM മാർച്ച്. പ്രതിഷേധം K രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെ. കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. പരിപാടിക്കിടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി കാണിച്ചിരുന്നോ എന്ന ചോദ്യം. ഉപദേശക സമിതി പ്രസിഡന്റായ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് നോട്ടീസ്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കൊടും ക്രൂരതയെന്ന കുറ്റപത്രം. ആതുര സേവനത്തിന് മാതൃകയാകേണ്ടവർ ചെയ്തത് കൊടിയ പീഡനം. ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരെന്നും പോലീസ്. IPLൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ചെന്നൈയും ബാംഗ്ലൂരും നേർക്കുനേർ. ഹൈദരാബാദിനെ 5 വിക്കറ്റിന് തകർത്ത് ലക്നൗ. വാർത്തകൾ വിശദമായി നോക്കാം. സമരത്തിൽ പങ്കെടുത്ത ആശാമാർക്ക് ശമ്പളമില്ല. ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ലഭിക്കാതെ ആശാ വർക്കർമാർ. ആലപ്പുഴയിൽ ആശാ വർക്കർമാർ DPMന് കൂട്ടനിവേദനം നൽകി. തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുത്തവർക്കാണ് ഓണറേറിയം ലഭിക്കാത്തത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നു. നിഷ, നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു. സമരത്തിൽ പങ്കെടുത്താൽ ആശമാർക്ക് ശമ്പളം നൽകില്ല എന്ന്. ഇതുമായി ബന്ധപ്പെട്ട ടെലിഫോൺ സംഭാഷണമടക്കം ജനം TV പുറത്ത് വിട്ടിരുന്നു. ഇപ്പോഴിതാ സമരത്തിൽ പങ്കെടുത്ത ആശമാർക്ക് ശമ്പളമില്ല, ശമ്പളം തടഞ്ഞു വച്ചിരിക്കുന്നു. ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ആശാ വർക്കർമാർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് വിശദാംശങ്ങൾ. നിഷ, CPMന്റെ പ്രതികാര നടപടി, ആശമാർക്കെതിരെയുള്ള CPMന്റെ പ്രതികാര നടപടി തുടരുകയാണ്. നേരത്തെ ഭീഷണിപ്പെടുത്തിയതുപോലെ തന്നെ, ശബ്ദ സന്ദേശത്തിലൂടെ ഭീഷണിപ്പെടുത്തിയതുപോലെ തന്നെ അത് CPM പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ആശമാരുടെ ഫെബ്രുവരി മാസത്തെ ഓണറേറിയമാണ് ലഭിക്കാതിരിക്കുന്നത്. അന്ന് തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുത്ത ആശമാർക്കാണ് ഇപ്പോൾ ഓണറേറിയം ലഭിക്കാത്തത്. ആശമാർ 146
ആശാവർക്കർമാർ ഒപ്പിട്ട കൂട്ട നിവേദനമാണ് ആലപ്പുഴയിൽ DPMന് നൽകിയിരിക്കുന്നത്. എന്തായാലും നമ്മളടക്കമുള്ള ആളുകൾ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരുന്നു. ആശാ വർക്കേഴ്സ് യൂണിയന്റെ CITU ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശം, അതായത് സമരത്തിൽ പങ്കെടുക്കാൻ പോയാൽ ഓണറേറിയം അടക്കം ലഭിക്കില്ല എന്ന ശബ്ദ സന്ദേശം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അന്ന് ആശാ വർക്കർമാരുടെ ഗ്രൂപ്പിൽ വന്നത്. ആ കാര്യങ്ങൾ അന്ന് ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞ് ആശമാരെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ CPM പ്രാബല്യത്തിൽ കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ആശാ വർക്കർമാർക്ക് ലഭിക്കാത്തത്. എന്തായാലും സമരത്തിൽ പങ്കെടുത്ത ആശമാരെ ദ്രോഹിക്കാനുള്ള നടപടികളെല്ലാം തന്നെ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ ആശമാർക്ക് ഫെബ്രുവരി മാസത്തെ ശമ്പളം ലഭിക്കാത്തത്. 146 ആശാ വർക്കർമാരാണ് അല്പസമയം മുമ്പ് ആലപ്പുഴയിലെത്തി DPMന് നിവേദനം നൽകിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. DPMന് കൂട്ട നിവേദനം നൽകി എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഓണറേറിയം തടഞ്ഞു വെച്ചതിൽ DPM നൽകുന്ന വിശദീകരണം എന്താണ്? അല്ലന്റെ DPMന് ഇവർ ഒപ്പിട്ട് നിവേദനം നൽകി, പക്ഷേ DPM പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ആശമാർക്കെതിരെയുള്ള പ്രതിഷേധം ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് സമരം ശക്തമായ സാഹചര്യത്തിൽ ജില്ലാ തലങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം ആശമാരുടെ സമരം നടത്തിയ ഒരു ജില്ലയാണ് ആലപ്പുഴ. അന്ന് ആലപ്പുഴയിൽ ആശമാർ സമരം നടത്തുന്ന ആ ഒരു സമയത്ത് തന്നെ CITUവിന്റെ നേതൃത്വത്തിൽ തൊട്ടടുത്ത് തന്നെ പാസ്പോർട്ട് ഓഫീസിലേക്ക് ആശമാരുടെ സമരം നടത്തി ഈ സമരം പൊളിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. പക്ഷേ നിരവധി ആശമാർ, ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത സമരമായിരുന്നു അന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്നത്. ഈ സമരത്തിൽ പങ്കെടുത്താൽ പോലും ഓണറേറിയം അടക്കം ലഭിക്കില്ല. മാത്രമല്ല ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടില്ല. ഇനിയും നിരവധി പ്രശ്നങ്ങൾ ആശമാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ആ ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം വന്നത്. അതിനുശേഷം പിന്നീടും ആശമാരുടെ ഗ്രൂപ്പിൽ ആശാ വർക്കേഴ്സ് യൂണിയന്റെ സമരം പൊളിക്കാനായി വീണ്ടും ഇടപെടൽ നടന്നിരുന്നു. CITU ആശാ വർക്കേഴ്സ് യൂണിയന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഗീതാഭായിയുടെ ശബ്ദ സന്ദേശം വീണ്ടും പുറത്തു വന്നിരുന്നു. അതും ഇത്തരത്തിൽ ആശമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ തൊഴിലിന് ഇനി വേതനം ലഭിക്കില്ല എന്ന തരത്തിൽ, ഓണറേറിയം ലഭിക്കില്ല, അതിന് തടയും എന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും ആ ഭീഷണിപ്പെടുത്തലൊക്കെ ഇപ്പോൾ നിലവിൽ വരുത്താനുള്ള ഒരു ശ്രമമാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആശമാർക്ക് ഓണറേറിയം ലഭിച്ചിട്ടില്ല. ഫെബ്രുവരി മാസത്തെ ഓണറേറിയമാണ് ലഭിക്കാനുള്ളത്. DPM ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. അനിൽ നമ്പ്യാർ. സമരത്തിൽ പങ്കെടുത്ത ആശമാർക്ക് ശമ്പളമില്ല, ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ലഭിക്കാതെ ആശാ വർക്കർമാർ. ആലപ്പുഴയിൽ ആശാ വർക്കർമാർ DPMന് കൂട്ട നിവേദനം നൽകി. തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുത്തവർക്കാണ് ഓണറേറിയം ലഭിക്കാത്തത്. നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. പുതുച്ചേരി സർക്കാരിനെ കേരള സർക്കാർ മാതൃകയാക്കണമെന്ന് ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 47-ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് ആശമാരുടെ പ്രതികരണം. 10,000 രൂപയായിരുന്ന ആശമാരുടെ ഓണറേറിയം കഴിഞ്ഞ ദിവസം 18,000 രൂപയാക്കി പുതുച്ചേരി സർക്കാർ ഉയർത്തിയിരുന്നു. BJP ഭരിക്കുന്ന പാലാ, മുത്തോലി പഞ്ചായത്ത് ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് സ്വന്തം നിലയ്ക്ക് അധിക വേതനം നൽകാൻ തയ്യാറായതിനെയും സമരക്കാർ സ്വാഗതം ചെയ്തു. ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല. കാരണം ഇതിൽ പല രാഷ്ട്രീയത്തിലുള്ള ആശാവർക്കർമാരാണുള്ളത്. മറിച്ച് രാഷ്ട്രീയ പ്രേരിതമായിരിക്കുന്നത് ഈ സമരത്തോടുള്ള സമീപനമാണ്. ഗവൺമെൻറ്റാണ് എന്താണ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കുൽസിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിച്ച ഒരുതരം ആറ്റിറ്റ്യൂഡാണ് ഗവൺമെൻറ് വെച്ചു പുലർത്തുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പുതുച്ചേരിയെ മാതൃകയാക്കണമെന്ന് ആശാ വർക്കർമാർ ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെ ഓണറേറിയം പുതുച്ചേരി സർക്കാർ 10,000 രൂപയിൽ നിന്നും 18,000 രൂപയാക്കി. സംസ്ഥാനങ്ങൾക്ക് ഓണറേറിയം സ്വന്തമായി വർദ്ധിപ്പിക്കാമെന്നാണ് ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നതെന്നും കേരളം ഇത് മാതൃകയാക്കണമെന്നുമാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഗവൺമെന്റ് ഈ കേന്ദ്രത്തോട് പോയി മേടിക്കാൻ പറയുന്ന ആ പ്രഹസനം മതിയാക്കാൻ സമയമായി. ഇനി ആ ചോദ്യത്തിനൊട്ടും പ്രസക്തിയില്ല എന്നുള്ളതിന്റെ പരമപ്രധാനമായ തെളിവാണ് ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും കൈകോർത്ത് UDF എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ആശാ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സന്നദ്ധമായി വന്നിരിക്കുന്നതിന്റെ ഒന്നാമത്തെ തെളിവിതാണ്. അതിനിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 47-ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരം 9-ാം ദിവസത്തിലേക്കും. ആശാ വർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സർക്കാരിന്റെ വാദം പൊളിയുകയാണ്. വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. എന്നാൽ ആശാ വർക്കർമാർക്ക് ആനുകൂല്യം നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തന്നെയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സിറിഞ്ച് വഴി ലഹരി ഉപയോഗിക്കുന്നവരിൽ HIV പടരുന്ന സംഭവത്തിൽ പരിശോധന അവതാളത്തിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം പരിശോധനയ്ക്ക് വിമുഖത കാണിക്കുന്നതാണ് ആരോഗ്യവകുപ്പിനെ കുഴയ്ക്കുന്നത്.
മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ 10 പേർക്കാണ് 2 മാസത്തിനിടെ രോഗബാധ സ്ഥിരീകരിച്ചത്. തവനൂർ ജയിലിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ പ്രതിയെ പരിശോധിച്ചതിലൂടെയാണ് ആദ്യ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് ഇയാളോടൊപ്പം ലഹരി പങ്കിട്ട വ്യക്തികളെ കൂടി പരിശോധിച്ചു. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 7 മലയാളികൾക്കുമാണ് HIV വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ആരോഗ്യവകുപ്പ് പരിശോധന ഊർജിതമാക്കി. എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം പരിശോധനകളോട് സഹകരിക്കുന്നില്ല. ഇവരെ കണ്ടെത്തുക എന്നുള്ളതും വെല്ലുവിളിയാണ്. ലഹരി കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സൂചി വീണ്ടും കുത്തിവെച്ചതിലൂടെയാണ് രോഗം പകർന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഇതേ മാർഗം ലഹരി ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ പിന്തുടരുന്നുണ്ട്. പോലീസ്, എക്സൈസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിലേ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയൂ. മലപ്പുറം ജില്ലയിൽ HIV പരിശോധിക്കാൻ 7 ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാണുള്ളത്. എന്നാൽ ഇവിടെ പരിശോധനയ്ക്കായി സ്വയം തയ്യാറായി എത്തുന്നവർ വിരളമാണ്. ഇതും ആരോഗ്യവകുപ്പിനെ കുഴയ്ക്കുന്നുണ്ട്. അതേസമയം HIV ബാധിതരെ കണ്ടെത്താനുള്ള ക്യാമ്പുകളടക്കം ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കാത്തതും തിരിച്ചടിയാണ്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. സംസ്ഥാനത്ത് HIV പരിശോധനകൾ നടത്തുന്നത് പേരിന് മാത്രം. HIV അണുബാധ തോത് താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ പരിശോധനകൾ വ്യാപകമാക്കാത്തതിനാൽ രോഗബാധിതരെ കണ്ടെത്താൻ കഴിയാതെ പോകുകയാണെന്ന വിമർശനമാണ് ഉയരുന്നത്. സംസ്ഥാനത്ത് HIV പരിശോധനകൾ നാമമാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ HIV അണുബാധ സാന്ദ്രത താരതമ്യേന കുറവാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ അവകാശവാദം. എന്നാൽ പരിശോധനകൾ ഗണ്യമായി കുറഞ്ഞതാണ് രോഗികളുടെ എണ്ണം കുറയാൻ കാരണം. 2010 മുതൽ 2020 വരെയുള്ള കാലയളവിൽ യുവാക്കളിലടക്കം HIV സ്ഥിരീകരിക്കുന്നത് വളരെ കുറവായിരുന്നു. എന്നാൽ നിലവിൽ കുറച്ചു പേരിൽ നടത്തുന്ന പരിശോധനയിൽ പോലും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗത്തിനായി ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെപ്പ് നടത്തുന്നതും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും കാരണമായി ആരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. യുവജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കണമെന്നും പരിശോധനകൾ വ്യാപിപ്പിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ജനം, തിരുവനന്തപുരം. കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചു. പരിപാടിക്കിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി കാണിച്ചിരുന്നു എന്ന് കോടതി ചോദിച്ചു. ദേവീക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നു കൊച്ചിയിൽ നിന്നും. രേഷ്മ, എന്തായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ചില ശക്തമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ചില ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റിന് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഇന്ന് വാദത്തിനിടയിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റും CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള വികാസിന് നോട്ടീസ് അയക്കാനായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ വികാസിനെ കക്ഷി ചേർക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ അതിന്റെ ഉത്സവാഘോഷത്തിനിടെ ഗാനമേളയ്ക്കിടെയാണ് വിപ്ലവ ഗാനം ആലപിച്ചതും അതോടൊപ്പം തന്നെ DYFIയുടെ കൊടി പശ്ചാത്തലത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഈ ഹർജിയിലാണ് ഇപ്പോൾ ഈ പറയുന്ന ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് ഹർജി പരിഗണിച്ച സമയത്ത് ദേവസ്വം ബെഞ്ച് ചോദിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉയർത്തിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിൽ ഹർജിക്കാരന്റെ അഭിഭാഷകൻ മറുപടി നൽകിയത് CPMന്റെ ഉൾപ്പെടെ DYFIയുടെ ഒക്കെ തന്നെ പാർട്ടി കൊടികൾ പശ്ചാത്തലത്തിൽ സ്ക്രീനിൽ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള വിശദീകരണം ക്ഷേത്രോപദേശക സമിതി അധ്യക്ഷനും അതോടൊപ്പം തന്നെ CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള വികാസ് നൽകേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് കക്ഷി ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്കും നോട്ടീസ് അയച്ചുകൊണ്ടും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി ഈ സംഭവത്തെ വലിയ രീതിയിലുള്ള വിമർശനത്തിലാണ് നിരീക്ഷണം നടത്തിയത്. അതായത് ഇത്തരം സംഭവങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തരുത്, ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് കാര്യക്ഷമമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഒപ്പം തന്നെ അനുമതി നൽകിയിരുന്നില്ല എന്നുള്ള കാര്യവും നേരത്തെ തന്നെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇനി അടുത്ത വ്യാഴാഴ്ച ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അന്ന് തന്നെ സ്വാഭാവികമായിട്ടും CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള വികാസ് ഈ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വിശദീകരണം നൽകണം. അനിൽ നമ്പ്യാർ. കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചു. പരിപാടിക്കിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി കാണിച്ചിരുന്നു എന്ന് കോടതി എടുത്തു ചോദിച്ചു. ദേവീക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് കോടതി നോട്ടീസ് അയച്ചു. അടുത്ത വ്യാഴാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
കള്ളനോട്ടുമായി പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് അലൈപൂർ സ്വദേശി സലീം മണ്ഡൽ 18 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്നതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കാര്യങ്ങൾ സമ്മതിച്ചത്. ബംഗാളിൽ നിന്നാണ് ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തത്. പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിപ്പിച്ചിരുന്നു. ഇതുപയോഗിച്ചാണ് പ്രതി ബംഗ്ലാദേശിൽ പോയി വന്നിരുന്നത്. പെരുമ്പാവൂരിൽ താമസമാക്കി മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചിരുന്ന ആളാണ് ബംഗ്ലാദേശ് ആലൈപൂർ സ്വദേശി സലീം മണ്ഡൽ. കള്ളനോട്ടുകളുമായി കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ലാപ്ടോപ്പ്, മൊബൈൽ എന്നിവ മോഷ്ടിച്ച് ബംഗ്ലാദേശിൽ വിൽപ്പന നടത്തുകയായിരുന്നു സലീം മണ്ഡൽ. ബംഗ്ലാദേശിൽ നിന്ന് മടങ്ങുമ്പോൾ ഇയാൾ കള്ളനോട്ടുകളും കൊണ്ടുവന്നിരുന്നു. മോഷ്ടിച്ച ഒരു മൊബൈൽ ഫോണിന് 40,000 രൂപ വരെ പ്രതിക്ക് ലഭിച്ചിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും 17,500 കള്ളനോട്ടുകളാണ് റൂറൽ ജില്ലാ പോലീസും ആലപ്പുഴ റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തത്. ഇയാളുടെ കസ്റ്റഡിയിൽ നിന്ന് ഏകദേശം 17,500 രൂപീസുള്ള ഫേക്ക് കറൻസി കിട്ടിയിരുന്നു. ഇത് ലോ ക്വാളിറ്റി ആണ്. പക്ഷേ പ്രിന്റിംഗ് പേപ്പർ ആൻഡ് ഇങ്ക് ഇതിന്റെ കുറച്ച് തെളിവ് ഇയാളുടെ കസ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടി. ബാക്കിയെല്ലാം ചോദ്യം നടത്തുന്നുണ്ടോ. നോട്ടടിക്കുന്ന പേപ്പറും മഷിയും ഇയാൾ ബംഗ്ലാദേശിൽ എത്തിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 50ഓളം മൊബൈൽ ഫോണുകൾ ഒരുമിച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടത്തുന്നത്. അവിടെ നിന്ന് ബംഗ്ലാദേശിൽ അച്ചടിക്കുന്ന വ്യാജ നോട്ടുമായി ഇന്ത്യയിലെത്തും. പെരുമ്പാവൂർ ഭാഗത്ത് വിവിധ കേസുകളിൽ പിടിയിലാകുന്ന വിവിധ ഭാഷാ തൊഴിലാളികളെ ഇയാൾ ജാമ്യത്തിലെടുത്തിട്ടുണ്ട്. സലീം മണ്ഡലിന്റെ അമ്മ റൊജീനയും ഇയാൾക്കൊപ്പം അനധികൃതമായി താമസിക്കുന്നുണ്ടായിരുന്നു. ഇവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു പീഡന കേസിൽ സലീമിനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിക്ക് ഇവിടെ സഹായം ചെയ്തു നൽകിയവരും നിരീക്ഷണത്തിലാണ്. ജനം, കൊച്ചി. തിരുവനന്തപുരത്ത് ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീറും സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷും മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അതായത് എല്ലാ പാർട്ടി പ്രവർത്തകരും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികളിൽ സാധാരണക്കാരെ എൻറോൾ ചെയ്യുന്ന പ്രവർത്തനം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലാ ഓഫീസുകളിലും, അതായത് നമ്മൾ 30 സംഘടനാ ജില്ലകളാണ്, 30 സംഘടനാ ജില്ലാ ഓഫീസുകളിലും വിപുലമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ 15 ഏപ്രിൽ 15 മുന്നേ അതിൻ്റെ ഹെൽപ്പ് ഡെസ്കുകളുടെ രൂപീകരണം പൂർത്തിയാവും. എല്ലാ ജില്ലാ ഓഫീസുകളിലും എല്ലാ സൗകര്യങ്ങളോടും കൂടി അവിടെ സാധാരണക്കാർക്ക്, നമ്മുടെ എല്ലാവർക്കും നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി സാധിക്കും. അവിടെ വരുന്നവർക്ക് അവർക്ക് ഏത് പദ്ധതിയിലാണോ ചേരേണ്ടത് അതിലവർ ചേർക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സാധാരണക്കാർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന തരത്തിലുള്ള ഒരു ഹെൽപ്പ് ഡെസ്കാണ് പാർട്ടിയുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ, ജില്ലാ ഓഫീസുകളിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. മറ്റൊന്ന്, കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു വലിയ നരേറ്റീവ് സംസ്ഥാന സർക്കാരും അതുപോലെ CPM നേതാക്കന്മാരും പ്രചരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഉള്ള ചർച്ചയാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു. 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണ്. മന്ത്രിമാരെല്ലാം അത് ഏറ്റുപാടുന്നു. CPMന്റെ നേതാക്കന്മാർ അത് പറയുന്നു. ചില കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇത് കേട്ടത് പറയുന്നു. യാഥാർത്ഥ്യം, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത സഹായങ്ങളാണ് കേന്ദ്രം കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് വികസന പദ്ധതികളുടെ പേരിലായാലും, പ്രോജക്റ്റുകളുടെ പേരിലായാലും, ഗ്രാൻറ്റുകളുടെ കാര്യത്തിലായാലും ഇതുവരെയും ഒരു ഗവൺമെൻറ്റും കേരളത്തിന് നൽകിയിട്ടില്ലാത്ത വികസന പദ്ധതികളും ഗ്രാൻറ്റുകളുമാണ് സഹായമായി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രസ്താവന വരാൻ പാടില്ലാത്തതാണ്. ഇത് ജനങ്ങളെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് മുഖ്യമന്ത്രി വഞ്ചനാപരമായ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്രം എവിടെയാണ് കേരളത്തെ അവഗണിച്ചത് അത് വസ്തുതാപരമായി പറയുവാൻ അല്ലെങ്കിൽ ഇവർ തയ്യാറാകണം. ഇത് കേവലം രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള വലിയ പ്രചരണമാണ് ഇടതുപക്ഷം ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഈ പ്രചരണത്തിന്റെ, അതായത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്ന ഈ പൊള്ളയായ പ്രചരണത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുവാൻ, യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുവാനായി വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള വലിയ പ്രചരണ പരിപാടികൾ, സമ്പർക്ക പരിപാടികൾ പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് വരുന്ന സമയത്ത് ബൂത്ത് തലത്തിൽ ഉൾപ്പെടെ ഇതിന്റെ യഥാർത്ഥ കണക്കുകളും, എന്തൊക്കെ സഹായങ്ങൾ, എന്തൊക്കെ വികസന പദ്ധതികളാണ്, എന്തൊക്കെ സാമ്പത്തിക സഹായങ്ങളാണ്, എന്തൊക്കെ പ്രോജക്റ്റുകളാണ് ഓരോ ഘട്ടത്തിലും
കേന്ദ്രം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഓരോ വകുപ്പിനും ഓരോ മേഖലയ്ക്കും എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഇതെല്ലാം തന്നെ വസ്തുതാപരമായി എഴുതി തയ്യാറാക്കിയിട്ടുള്ള ലഘുലേഖകളുമായി പാർട്ടി പ്രവർത്തകർ വീട് വീടാന്തരം സമ്പർക്കം ചെയ്ത് ജനങ്ങളെ വസ്തുതകൾ അറിയിക്കാനുള്ള വലിയൊരു പ്രചരണ പരിപാടി പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ ബൂത്ത് തലം മുതലുള്ള പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുന്നു. ബൂത്ത് പുനഃസംഘടന കഴിഞ്ഞു. അതുപോലെ തന്നെ മണ്ഡല പുനഃസംഘടന പൂർത്തിയായി, മണ്ഡല കമ്മിറ്റികളെല്ലാം പൂർത്തിയായി. ജില്ലാ ഘടകത്തിൽ ജില്ലാ അധ്യക്ഷന്മാർ മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരേണ്ടത്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ വന്നു കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന വനിതകൾക്കും യുവാക്കൾക്കും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഏപ്രിൽ 15 മുൻപ് പൂർത്തിയാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. അതേപ്പറ്റിയെല്ലാം പാർട്ടി കോർ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അത് ഊർജിതമാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പൊതുവായി ചർച്ച ചെയ്തത് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ഈ പ്രവർത്തനങ്ങൾ, അതായത് ഈ സംഘടനാ ജില്ലകൾ, അതിങ്ങനെ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ പ്രവർത്തനം? ഇപ്പോൾ പാർട്ടിക്ക് 4 മേഖലകളാണ്. ആ 4 മേഖലയിൽ തന്നെയാണ് നിലവിൽ പ്രവർത്തനം തുടരുന്നത്. ഇപ്പൊ 30 സംഘടനാ ജില്ലകൾ 4 മേഖലകളാക്കിയാണ് ആ പ്രവർത്തനമാണ് ഇപ്പോൾ തുടരുന്നത്. എല്ലാ ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20% വോട്ട് കിട്ടിയ പാർട്ടിയാണ്. എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് BJPക്ക് ശക്തിയുള്ള പ്രത്യേക കേന്ദ്രങ്ങളില്ല. ഈ കേരളത്തിൽ എല്ലാ ഭാഗത്തും വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാ ഭാഗത്തും ശക്തിയുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ വിജയമാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ജില്ലാ കേന്ദ്രത്തിൽ നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് നടക്കുന്ന ബൂത്തുകളിലാണ്. ആളുകളെ എൻറോൾ ചെയ്യുന്നത് ബൂത്ത്, അവിടെ പ്രവർത്തകർ ചെയ്ത് അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്ത് അവരെ എൻറോൾ ചെയ്യിക്കും. BJP കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധീർ, സെക്രട്ടറി S. സുരേഷ് എന്നിവർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. കോഴിക്കോട് ഹമാസ് ഭീകരർക്കായി മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രാർത്ഥനാ സംഗമത്തിനെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകൾ രംഗത്ത്. ഭീകരർക്ക് ഹീറോ പരിവേഷം നൽകുന്നവർക്ക് വോട്ടിലൂടെ മറുപടി നൽകണമെന്നാണ് ആഹ്വാനം. കേരളം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ നഴ്സറിയാണെന്നും ഇന്ന് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിച്ചവർ നാളെ ആർക്ക് വേണ്ടി സംസാരിക്കുമെന്നും ക്രൈസ്തവ സംഘടനയായ കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്ന പേരിൽ ഹമാസ് തീവ്രവാദികൾക്കായി പ്രാർത്ഥനാ രാവ് നടത്തിയത്. ഹമാസ് തീവ്രവാദികളുടെ ഫോട്ടോയും വേദിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. കോൺഗ്രസിലെയും മുസ്ലിം ലീഗ് തുടങ്ങി പാർട്ടിയിലെ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇതിനെതിരെയാണിപ്പോൾ വിവിധ ക്രിസ്തീയ സംഘടനകൾ രംഗത്തെത്തിയത്. ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഗാസയിൽ പോലും പ്രതിഷേധമുയരുമ്പോൾ കേരളത്തിൽ അവർക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ പോലും എത്തുകയാണ്. ഇതിനെ നിസ്സാരമായി കാണരുതെന്നും വോട്ടിലൂടെ നിശബ്ദമായി മറുപടി നൽകണമെന്നുമാണ് കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്താൻ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കണം. അതാണ് നടക്കുന്നതെന്നും കാസ ചൂണ്ടിക്കാണിക്കുന്നു. ബോംബ് സ്ഫോടനം നടത്തി നിരപരാധികളെ കൊന്ന യാക്കൂബ് മേമന് വേണ്ടി സംസാരിച്ചു. ഇന്നലെ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി, നാളെ ഇവർ ആർക്കു വേണ്ടി സംസാരിക്കുമെന്നും കാസ ചോദിക്കുന്നു. കേരളം എന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നഴ്സറിയാണെന്ന് പറയുന്നത് സത്യമായി കൊണ്ടിരിക്കുന്നുവെന്നും വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ ആ തീവ്രവാദത്തിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണെന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ജനം, കോഴിക്കോട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം കടപ്പത്രത്തിലൂടെ വായ്പയെടുത്തത് 50,000 കോടിയിലധികം രൂപ. നിലവിൽ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിലും അധികമായിട്ടാണ് കടപ്പത്ര ലേലത്തുക കൈപ്പറ്റുന്നത്. സാമ്പത്തിക വർഷാവസാനം ഒരാഴ്ചത്തെ ചെലവിന് വേണ്ടി കടമെടുത്തത് 6,149 കോടി രൂപയാണ്.
സംസ്ഥാനം അതിരൂക്ഷ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിലവിൽ ഈ സാമ്പത്തിക വർഷം 56,333 കോടി രൂപയാണ് വിവിധ കടപത്ര ലേലങ്ങളുടെ റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടി സംസ്ഥാനം വായ്പ എടുത്തിട്ടുള്ളത്. നിലവിലെ കടപരിധിക്ക് പുറത്താണ് സംസ്ഥാനം വായ്പ എടുത്തിരിക്കുന്നത്. ഇതിനു പുറമെയാണ് കടപത്ര ലേലത്തിലൂടെ അധിക ബാധ്യതയും ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മാസം 26-ാം തീയതിയാണ് അവസാനമായി കടപത്ര ലേലത്തിലൂടെ 990 കോടി രൂപ ലോൺ എടുത്തത്. 4 ദിവസത്തെ ചെലവുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ തുക. ഇതിനു പുറമെ ഒരാഴ്ചത്തെ ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം 6,149 കോടി രൂപ കടമെടുത്തു. അതേസമയം മദ്യത്തിന്റെയും ഇന്ധനത്തിന്റെയും നികുതി പണം നേരത്തെ കൈപ്പറ്റി വകുപ്പുകളുടെ നിക്ഷേപക തുകകൾ ട്രഷറിയിലേക്ക് മാറ്റി സംസ്ഥാനത്തെ അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ. കടുത്ത ധനപ്രതിസന്ധി നേരിടുമ്പോൾ കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം വാങ്ങിയും ട്രഷറിയിലേക്ക് അധിക നിക്ഷേപങ്ങൾ എത്തിച്ചും നിലവിലെ സാഹചര്യങ്ങൾ മറികടക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ. ജനം, തിരുവനന്തപുരം. കേരള ജല അതോറിറ്റിയിൽ സെസ് പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച. ജല അതോറിറ്റിയിലേക്ക് എത്തുന്ന ചെക്കുകളും DDകളും ട്രഷറി അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടില്ലെന്ന CAGയുടെ കണ്ടെത്തൽ. സർക്കാരിലേക്ക് എത്തേണ്ട നികുതി പണം നഷ്ടപ്പെടുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. ജനം ബ്രേക്കിംഗ്. സംസ്ഥാന ജല അതോറിറ്റിയിൽ സെസ് പിരിച്ചെടുക്കുന്നതിൽ ഗുരുതര വീഴ്ചയെന്നാണ് CAGയുടെ കണ്ടെത്തൽ. നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള നികുതി എത്തുന്നത് ചെക്കുകളിലൂടെയും DDകളിലൂടെയുമാണ്. ഇവ ട്രഷറിയിലേക്ക് കൊണ്ടുപോയി വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിലേക്ക് തുക മാറ്റും. എന്നാൽ ഇങ്ങനെയുള്ള ചെക്കുകളിലെയും DDകളിലെയും തുക ട്രഷറി അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല എന്നാണ് CAG കണ്ടെത്തിയത്. 586 ചെക്കുകളിൽ നിന്നും 313.71 ലക്ഷം രൂപയാണ് ട്രഷറി അക്കൗണ്ടിലേക്ക് കിട്ടേണ്ടത്. എന്നാൽ CAGയുടെ ചോദ്യത്തിന് 104 ചെക്കുകളിലും DDകളിൽ നിന്നും 80 ലക്ഷത്തോളം രൂപ മാത്രമേ ലഭിക്കാനുള്ളൂ എന്നാണ് സംസ്ഥാന സർക്കാർ കണക്ക് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ മുഴുവൻ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 1319 കേസുകളിലായി 11.39 കോടി രൂപ നികുതി ജല അതോറിറ്റി സംസ്ഥാന വ്യാപകമായി പിടിച്ചെടുക്കേണ്ടതുണ്ട്. ചെക്കുകളിൽ നിന്നും DDകളിൽ നിന്നും തുക ലഭിക്കാതായതോടെ നികുതി പിരിവ് സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. 4 ബാങ്ക് അക്കൗണ്ടുകളിലായിട്ടാണ് തുക ലഭിക്കേണ്ടത്. 2022 മുതലുള്ള കണക്കുകൾ എടുക്കുമ്പോൾ 78.67 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ വാട്ടർ അതോറിറ്റിക്ക് നികുതി ഇനത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാകുന്ന വീഴ്ചയാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഖജനാവിലെത്തേണ്ട തുക ലഭിക്കാതെ പോകുന്നതിന് കാരണമെന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ജനം, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന വാദം കണക്കുകൾ നിരത്തി പൊളിച്ചടുക്കി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകി. UPA ഭരണത്തിനേക്കാൾ 239% കൂടുതൽ ധനസഹായം മോദി സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയ വിവേചനം എന്ന ആരോപണം തെറ്റാണെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ധനസഹായം നൽകുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന ആരോപണങ്ങൾക്കാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കണക്കുകൾ സഹിതം രാജ്യസഭയിൽ മറുപടി നൽകിയത്. മോദി സർക്കാർ അധികാരത്തിലേറിയ 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി രൂപ കേരളത്തിന് അനുവദിച്ചു. മൻമോഹൻ സിംഗ് ഭരണകാലത്ത് 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കിട്ടിയത് 46,300 കോടി രൂപ മാത്രമാണ്. 239% വർധനവ് ധനസഹായത്തിൽ കേന്ദ്രം വരുത്തി. കൊറോണ കാലത്ത് പലിശരഹിത വായ്പയായി 2,715 കോടി രൂപ കേരളത്തിന് നൽകി. 50 വർഷത്തേക്കാണ് പലിശരഹിത വായ്പ നൽകിയതെന്നും മോദി സർക്കാരിന്റെ കാലത്ത് ലഭിക്കുന്നത് പോലെ കേരളത്തിന് മുൻപ് സഹായം ലഭിച്ചിരുന്നില്ലെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരള has received 1.57 lakh crores in 2014 to 24, the current reference period, which is an increase of 239% over the UPA period. How much did they receive during 2004 to 14, sir? 46,300 crores. What are they receiving now? 1.57 lakh crores. Kerala is being differentiated, discriminated. Please, we follow what the recommendation of the Finance Commission is, and that is what is going to you all. ഗ്രാന്റ് അനുവദിക്കുന്നതിലും വലിയ വർധനവ് വരുത്തിയിട്ടുണ്ടെന്നും എന്നിട്ടും കേരളത്തിനോട് വിവേചനം കാണിക്കുന്നുവെന്ന വാദം ശരിയല്ലെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കേരളത്തിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും കേന്ദ്ര സർക്കാരിന് ജനങ്ങൾ ഒരുപോലെയാണെന്നും വയനാട് ദുരന്ത സമയത്ത് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമം. മാൽഡയിൽ ഹിന്ദുക്കളുടെ കടകൾ പൂർണ്ണമായി തകർത്ത അക്രമികൾ തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും നശിപ്പിക്കുകയായിരുന്നു.
കേന്ദ്ര സായുധ സേനകളെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണർ CV ആനന്ദബോസിന് കത്ത് നൽകി. മാൾഡ ജില്ലയിലെ മോത്തബാരി മേഖലയിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിട്ടത്. സംഘടിച്ചെത്തിയ മതമൗലികവാദികൾ ഹിന്ദുക്കളുടെ കടകൾ തെരഞ്ഞുപിടിച്ചാക്രമിച്ചു. തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തകർത്തു. ഹിന്ദു വംശഹത്യയാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വ്യക്തമാക്കി. मालदा का मोथाबाड़ी में चुन चुन के हिंदू दुकान के ऊपर शॉप के ऊपर अब आप पता कर लीजिए क्या हो रहा है. हिंदू के ऊपर आक्रमण चल रहा है. 1 बजे से चल रहा है. हालत बहुत नाजुक है. അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പോലീസ് വേട്ടക്കാർക്കൊപ്പമാണെന്നും ക്രമസമാധാനം തകർന്നതായും BJP ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് ജിഹാദികളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്നും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സായുധ പോലീസ് സേനയെ വിന്യസിക്കണമെന്നും ആവശ്യപ്പെട്ട് അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം ഉൾപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഗവർണർ CV ആനന്ദബോസിന് കത്ത് നൽകി. അക്രമികൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി BJP നേതാക്കൾ രംഗത്തെത്തി. ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന വംശഹത്യക്കെതിരെ പ്രതിഷേധങ്ങളും ഉയരുന്നു. UK സന്ദർശനത്തിനുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നേരെ ലണ്ടനിലെ കെല്ലോങ് കോളേജിൽ വെച്ച് ഹിന്ദു സംഘടനകൾ മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിച്ചു. ജനം, ഡൽഹി. ജമ്മുകാശ്മീരിൽ കത്വയിൽ കനത്ത ഏറ്റുമുട്ടൽ. അതിർത്തി കടന്നെത്തിയ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു. 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചെന്നും മേഖലയിൽ പരിശോധന തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. അതേസമയം കശ്മീരിൽ ഹുറിയത്ത് കോൺഫറൻസിൽ 2 സംഘടനകൾ കൂടി വിഘടനവാദ പ്രവർത്തനം അവസാനിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജമ്മു കശ്മീരിൽ കത്വയിൽ അതിശക്തമായ ഏറ്റുമുട്ടലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭീകരരും തമ്മിലുണ്ടായത്. ഭീകരർ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ട്. കത്വയിൽ സന്യാൻ വനമേഖലയിൽ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. നുഴഞ്ഞുകയറിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് കൊല്ലപ്പെട്ടത്. 4 ഭീകരർ കൂടി വനത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് സൈന്യത്തിന്റെ റിപ്പോർട്ട്. കത്വയിൽ നിയന്ത്രണ രേഖയിൽ വൻ ആയുധശേഖരവുമായി ഭീകരർ നുഴഞ്ഞുകയറിയത് കണ്ടെത്തിയതിനാൽ കഴിഞ്ഞ 5 ദിവസമായി സൈന്യം പരിശോധന നടത്തി വരികയാണ്. അതേസമയം ഏറ്റുമുട്ടലിൽ ജമ്മു കശ്മീർ പോലീസിലെ 4 ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. DYSP ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥർ പരിക്കേറ്റ് ചികിത്സയിലാണ്. മേഖലയിൽ കൂടുതൽ സേനാവിന്യാസം നടത്തി പരിശോധന തുടരുകയാണ്. അതേസമയം കശ്മീർ താഴ്വരയിൽ ഹുറിയത്ത് കോൺഫറൻസിലെ 2 സംഘടനകൾ കൂടി വിഘടനവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് സമാധാന നീക്കത്തിനൊപ്പം നിന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തെഹരീക്ക് ഇസ്തേക്ലാൽ, തെഹരീക്ക് ഇസ്തിഖാമത്ത് സംഘടനകളാണ് വിഘടനവാദം ഉപേക്ഷിച്ചത്. ജനം, ഡൽഹി. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ വീണ്ടും കേസ്. പൊതുപണം ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹി പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. 2019 നൽകിയ പരാതിയിലാണ് നടപടി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ഡൽഹി റോസ് റവന്യൂ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മിയുടെ ദേശീയ കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൊതുപണം ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരമാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസിനാസ്പദമായ സംഭവം നടന്നത് 2019 കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കെ കെജ്രിവാളിന്റെയും ഒപ്പം മറ്റ് നേതാക്കളുടെ MLA-മാരുടെയും കൗൺസിലർമാരുടെയും ഫോട്ടോ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മിയുടെ പ്രചരണത്തിന് വേണ്ടി സർക്കാർ പണം മുടക്കി വലിയ ബാനറുകളും പ്രചാരണ പരിപാടികളും സംഘടിപ്പിച്ചതിനെതിരെയാണ് പരാതി നൽകിയിരുന്നത്. അതിന്മേൽ കേസ് പുരോഗമിക്കവെയാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയും പൊതുപണം ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന നിർദ്ദേശം ഡൽഹി പോലീസിന് നൽകിയിട്ടുള്ളത്. ഡൽഹി മുൻ മുഖ്യമന്ത്രി കെജ്രിവാൾ കൂടാതെ മുൻ MLA ഗുലാബ് സിംഗ്, മുൻ കൗൺസിലർ നിതിക ശർമ്മ എന്നിവർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചത്. ഈ മാസം 11-നായിരുന്നു കോടതി അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. നിലവിൽ കോടതിക്ക് മുൻപാകെ ഡൽഹി പോലീസ് FIRന്റെ വിശദാംശങ്ങളും കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ വിവരങ്ങളും അറിയിച്ചിട്ടുണ്ട്. കേസ് വീണ്ടും ഏപ്രിൽ 18-ന്, അടുത്ത മാസം 18-ന് കോടതി പരിഗണിക്കും. ഇതിനോടകം മദ്യനയ അഴിമതി, ജൽ ബോർഡ് അഴിമതി തുടങ്ങി അധികാരത്തിലിരിക്കെ കെജ്രിവാൾ നടത്തിയ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവിധ അന്വേഷണ ഏജൻസികൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും മദ്യനയ അഴിമതിയിൽ കെജ്രിവാളിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് പിറകെയാണ് ഇപ്പോൾ പൊതുപണം ദുരുപയോഗം ചെയ്തു എന്ന നിയമപ്രകാരം മുൻ മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ വീണ്ടും കേസ്. പൊതുപണം ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹി പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാലായിൽ വൻ ലഹരിവേട്ട.
മരുന്നായി ദുരുപയോഗം ചെയ്തു വരുന്ന ഫൈൻ ടെർമൈൻ സൾഫേറ്റ് ശേഖരമാണ് പിടികൂടിയത്. ഉള്ളനാട് ഭാഗത്ത് പാലാ എക്സൈസ് റെയിൻ ടീം നടത്തിയ റെയ്ഡിലാണ് ഇത് കണ്ടെത്തിയത്. സൾഫേറ്റിൻ്റെ 300 വയലുകൾ പിടികൂടിയത്. ഉള്ളനാട് സ്വദേശിയായ കണ്ണൻ എന്ന ജിതിൻ ജോസാണ് പിടിയിലായത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. ഹൃദയ ശസ്ത്രക്രിയ സമയത്തെല്ലാം ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് ഇത്. മെഫെൻടെർമൈൻ സൾഫേറ്റ് എന്ന് പറയുന്ന രാസപദാർത്ഥം. ഈ വസ്തു ഇത് ഇത്തരത്തിലുള്ള ഹൃദയ ശസ്ത്രക്രിയ സമയത്തൊക്കെ ഹൃദയസ്തംഭനം അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഒരു മിടിപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും എല്ലാം ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളാണ് മയക്കുമരുന്നായിട്ട് വ്യാപകമായി ദുരുപയോഗം ചെയ്തു വരുന്നിരുന്നത്. ഇഞ്ചക്ഷൻ വഴി തന്നെ ശരീരത്തിൽ എടുക്കുന്ന ഒരു മയക്കുമരുന്നാണ് ഇത്. ഇതിൻ്റെ 300 പാക്കറ്റുകളാണ് ഇപ്പോൾ പാലായിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ഉളനാട് ഭാഗത്ത് പാല എക്സ്ചേഞ്ച് റേഞ്ച് ടീം നടത്തിയ റെയ്ഡിലാണ് ഇത്തരത്തിൽ 300 വയലുകൾ കണ്ടെത്തിയത്. ഉളനാട് സ്വദേശിയായിട്ടുള്ള കണ്ണൻ എന്ന് പറയുന്ന ജിതിൻ ജോസ് പിടിയിലായിരിക്കുകയാണ്. കൊറിയർ മുഖാന്തരമാണ് ഇത് എത്തിച്ചിരുന്നത്. ഇത് 140 രൂപ വരെ വില വരുന്ന ഈ കാര്യം ഏതാണ്ട് 500 രൂപയ്ക്കാണ് ഇയാൾ വിറ്റിരുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കെല്ലാം വഴിവെക്കാവുന്ന തരത്തിൽ ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ മാത്രം കുത്തിവെക്കേണ്ട ഇത്തരം കാര്യങ്ങളാണ് അവിടെ ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 300 വയലുകൾ എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള വൻ ശേഖരം തന്നെയാണ്. ഇതാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പാലാ എക്സ്ചേഞ്ച് റേഞ്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ 300 പാക്കറ്റുകൾ പിടികൂടിയിരിക്കുന്നത്. കണ്ണൻ എന്ന് വിളിക്കുന്ന ഇയാളെ പിടികൂടിയിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പാലായിൽ വൻ ലഹരിവേട്ട. മയക്കുമരുന്നായി ദുരുപയോഗം ചെയ്തു വരുന്ന മെഫെൻടെർമൈൻ സൾഫേറ്റ് ശേഖരമാണ് പിടികൂടിയത്. ഉള്ളനാട് ഭാഗത്ത് പാലാ എക്സൈസ് റെയിൻ ടീം നടത്തിയ റെയ്ഡിലാണ് മെഫെൻടെർമൈൻ സൾഫേറ്റിൻ്റെ 300 വയലുകൾ പിടികൂടിയത്. ഉള്ളനാട് സ്വദേശിയായ കണ്ണൻ എന്ന ജിതിൻ ജോസ് പിടിയിലായി. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. CPM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചു. കെട്ടിട നികുതി കുടിശ്ശിക ആവശ്യപ്പെട്ടതിനാണ് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയത്. വില്ലേജ് ഓഫീസർ നിലവിൽ അവധിയിൽ പ്രവേശിച്ചു. സ്ഥലം മാറ്റ ആവശ്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് റവന്യൂ സെക്രട്ടറിയാണെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കി. 2022 മുതൽ 2025 വരെ സഞ്ജു അടയ്ക്കാം എന്ന് പറയാം. നാളെ ഉച്ചയ്ക്ക് മുമ്പ് പൈസ അടയ്ക്കുക. ഓക്കെ, നടപടിയെടുക്കും. നികുതി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന് കഴിഞ്ഞ ദിവസമാണ് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയത്. ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി അജ്ഞാത കോളുകളിൽ നിന്നും വില്ലേജ് ഓഫീസർക്ക് ഭീഷണിയുണ്ടായി. ഇത് സംബന്ധിച്ച് ജോസഫ് ജോർജ് കളക്ടർക്ക് നൽകിയ പരാതി ആറന്മുള പോലീസിന് കൈമാറിയിട്ടുണ്ട്. സ്ഥലമാറ്റ നടപടിയിൽ തീരുമാനമെടുക്കേണ്ടത് റവന്യൂ സെക്രട്ടറിയാണെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തിന് അവിടെ വർക്ക് ചെയ്യാൻ വേറൊരു വില്ലേജ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പരിശോധിച്ച ശേഷം മാത്രം, അത് എനിക്ക് റവന്യൂ സെക്രട്ടറി അടുത്തും മിനിസ്റ്റർ അടുത്തും ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനം എടുക്കുകയുള്ളൂ. നികുതി കുടിശ്ശിക അടയ്ക്കാൻ നിരവധി തവണ സഞ്ജുവിനോട് വില്ലേജിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നുവെന്ന് വില്ലേജ് ഓഫീസർ പറയുന്നു. കളക്ടർ പറഞ്ഞു, റിക്കവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികൾ എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് ഒരു പൈസ അടയ്ക്കാത്ത പക്ഷേ അത് ചെയ്യാം. അപ്പം ഞാൻ ഈ വ്യക്തിയോട് ഞാൻ പറഞ്ഞിരുന്നു, പൈസ അടച്ചില്ലെങ്കിൽ എൻ്റെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി അത് ഒരു പ്രൊവോക്കിംഗ് മൈൻഡിലേക്ക് എത്തിയത്. അതേസമയം വില്ലേജ് ഓഫീസർ പ്രകോപിപ്പിച്ചു എന്നാണ് ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന്റെ ന്യായീകരണം. കെട്ടിട നികുതി കുടിശ്ശിക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ അടയ്ക്കാമെന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ താങ്കൾ നിക്ക് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക് എന്നും പറഞ്ഞ് എന്നോട് തട്ടിക്കയറുകയാണ്. മര്യാദഘട്ട നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം എഡിറ്റ് ചെയ്താണ് ആ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് സമയം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പുറത്ത് അയാൾ വിടാൻ തയ്യാറാണോ? ആണെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാകും. വിഷയത്തിൽ ഏരിയ സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നത്. ജനം, പത്തനംതിട്ട. തിരുവല്ല CPMൽ വനിതാ നേതാവിനെതിരെ ജാതി അധിക്ഷേപമെന്ന് പരാതി. ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയും ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ രമ്യ ബാലനെയാണ് മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഹൈമ എസ് പിള്ള ജാതീയമായി ആക്ഷേപിച്ചത്. പാർട്ടി ഘടകത്തിൽ പരാതി നൽകി 7 ദിവസമായിട്ടും നടപടി സ്വീകരിച്ചില്ല.
മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി യോഗത്തിന് ശേഷം ചില തർക്കങ്ങൾ രൂപപ്പെട്ടിരുന്നു. ഈ തർക്കത്തിനിടയിലാണ് മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഹൈമ എസ് പിള്ള പാർട്ടി ഓഫീസ് സെക്രട്ടറിയും ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ രമ്യ ബാലനെ അധിക്ഷേപിച്ചത്. ഇത് സംബന്ധിച്ച് രമ്യ CPM നേതൃത്വത്തിന് പരാതി എഴുതി നൽകി. കൂടാതെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനെ നേരിട്ടും പരാതി അറിയിച്ചു. പക്ഷേ പരാതി നൽകി 7 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല. പരാതി ഉന്നയിച്ച ഹൈമ എസ് പിള്ളയെ സംരക്ഷിക്കുന്ന നടപടി പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നു എന്നാണ് ആരോപണം. ജാതി അധിക്ഷേപം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പട്ടികജാതി ക്ഷേമ സമിതിയും CPM നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതികളെല്ലാം CPM നേതൃത്വം ഗൗനിക്കുന്നില്ലെന്നാണ് നിലവിൽ വിമർശനമുയരുന്നത്. ഇന്നു ചേരുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയായില്ലെങ്കിൽ CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് സംഭവം വഴിവെക്കും. ജനം, പത്തനംതിട്ട. സമൂഹ മാധ്യമങ്ങളിലൂടെ മതവികാരം വ്രണപ്പെടുത്തിയതിന് ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരെയുള്ള കേസ് നിർത്തിവെച്ച് പത്തനംതിട്ട പോലീസ്. 2018 ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെറ്റയിൽ നിന്നും ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസിന്റെ നടപടി. ഇത് സംബന്ധിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018 രഹന ഫാത്തിമ കറുത്ത വേഷമണിഞ്ഞ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ശബരിമല അയ്യപ്പസ്വാമിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തി മതവികാരം വ്രണപ്പെടുത്തിയെന്നതായിരുന്നു രഹനയ്ക്കെതിരെ പോലീസിൽ പരാതി ലഭിച്ചത്. BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ നൽകിയ ഈ പരാതിയിലെ തുടർ നടപടികളാണ് പോലീസ് പൂർണ്ണമായും നിർത്തിവെച്ചത്. കേസ് നടപടികൾ നിർത്തിവെക്കാൻ കാരണമായി പോലീസ് പറയുന്നതാകട്ടെ 2018 ഈ ചിത്രം സംബന്ധിച്ച് ഫേസ്ബുക്കിന്റെ ഉടമസ്ഥ കമ്പനി മെറ്റയിൽ നിന്നും വിവരങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്നും. കേസ് നിർത്തിവെക്കുകയാണെന്ന് പരാതിക്കാരനായ രാധാകൃഷ്ണ മേനോനെ പോലീസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും പോലീസ് നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ചിത്രം സംബന്ധിച്ച് മെറ്റയിൽ നിന്നും നേരിട്ട് വിവരം ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ എന്ന പോലീസ് നിലപാടിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ജനം, പത്തനംതിട്ട. മ്യാൻമറിൽ ശക്തമായ ഭൂചലനം 7.7 തീവ്രത രേഖപ്പെടുത്തി. ശക്തമായ തുടർചലനങ്ങളും ഉണ്ടായതായാണ് റിപ്പോർട്ട്. മോണിവ നഗരത്തിന് ഏകദേശം 50 കിലോമീറ്റർ കിഴക്കായി മധ്യ മ്യാൻമറിലായിരുന്നു ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയതായാണ് വിവരം. ചൈനയിലും തായ്ലൻഡിലും തുടർചലനങ്ങൾ ഉണ്ടായി. അമേരിക്കയുമായുള്ള സൗഹൃദം എന്നേക്കുമായി അവസാനിച്ചെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. സൈനിക സുരക്ഷാ രംഗങ്ങളിലെ സഹകരണവും അവസാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 28 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മാർക്ക് കാർണിയുടെ കൃത്യമായ രാഷ്ട്രീയ നീക്കം. അടുത്ത മാസം നടക്കാനിരിക്കുന്ന കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ അമേരിക്ക വിരുദ്ധ വികാരം സൃഷ്ടിക്കുകയാണ് മാർക്ക് കാർണിയുടെ ലക്ഷ്യം. ക്യാബിനറ്റ് മീറ്റിംഗിന് തൊട്ടു പിന്നാലെയാണ് മാർക്ക് കാർണി നിലപാടുകൾ വ്യക്തമാക്കിയത്. അമേരിക്കയുമായി കാലങ്ങളായി നിലനിന്ന ബന്ധം അവസാനിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞു. സൈനിക സാമ്പത്തിക രംഗത്തെ ആഴത്തിലുള്ള ബന്ധവും സൈനിക സുരക്ഷാ തലങ്ങളിലെ സഹകരണവും അവസാനിച്ചു. കാനഡയുടെ സാമ്പത്തിക രംഗം പുനരാവിഷ്കരിക്കേണ്ട സാഹചര്യമാണെന്നും മാർക്ക് കാർണി കൂട്ടിച്ചേർത്തു. Our biggest challenge as a country is becoming the most urgent. Over the coming weeks, months and years, we must fundamentally reimagine our economy. We will need to ensure that Canada can succeed in a drastically different world. The old relationship we had with the United States, based on deepening integration of our economies and tight security and military cooperation, is over. What exactly the United States does next is unclear. But what is clear is that we as Canadians have agency. കാറുകൾക്കും കാർ പാർട്സിനും നികുതി ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തീരുമാനം കാനഡയെ സാമ്പത്തികമായി ഉലയ്ക്കും. വലിയ പ്രതിസന്ധിയിൽ നിന്നും കാനഡയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പുനർനിർമ്മിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലിബറൽ പാർട്ടി നേതാവ് കൂടിയായ മാർക്ക് കാർണി തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് നിർണായക പ്രഖ്യാപനം നടത്തിയതെന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വിദ്യാർത്ഥികളായി എത്തി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പഠിക്കാനാണ് വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ വരുന്നത്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കല്ല എന്ന കാര്യം വിദേശ വിദ്യാർത്ഥികൾ തിരിച്ചറിയണം. അമേരിക്കയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ 300 വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി എന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠന വിസയുമായി നിരവധി വിദ്യാർത്ഥികളാണ് US-ലെത്തുന്നത്. അമേരിക്കയിൽ ഇത്തരത്തിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പാണ് മാർക്കോ റൂബിയോ നൽകിയത്. വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നത് പഠിക്കാനാണ്, കലാപം സൃഷ്ടിക്കാനും ലൈബ്രറികൾ പിടിച്ചടക്കാനും സഹപാഠികളെ ഉപദ്രവിക്കാനുമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. വിസ റദ്ദാക്കുന്ന നടപടികൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. Anywhere in the world,
Let me just send this message out. If you apply for a visa to enter the United States and be a student, and you tell us that the reason why you're coming to the United States is not just because you want to write op-eds, but because you want to participate in movements that are involved in doing things like vandalizing universities, harassing students, taking over buildings, creating a ruckus, we're not going to give you a visa. If you lie to us and get a visa and then enter the United States and with that visa participate in that sort of activity, we're going to take away your visa. And once you've lost your visa, you're no longer legally in the United States, and we have a right, like every country in the world has a right, to remove you from our country. So it's just that simple. I think it's crazy. I think it's stupid for any country in the world to welcome people into their country that are going to go to your universities as visitors. They're visitors. And say, I'm going to your universities to start a riot. I'm going to your universities to take over a library and harass people. I don't care what movement you're involved in. വിസ റദ്ദാക്കപ്പെട്ടവർക്ക് അമേരിക്കയിൽ കഴിയുക സാധ്യമല്ല. അക്കാരണത്താൽ തന്നെ ഇമിഗ്രേഷൻസ്, കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇവരെ നാടുകടത്തുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു. 3-ലേറെ വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇക്കാരണത്താൽ റദ്ദാക്കിയിട്ടുണ്ടെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് യൂണിവേഴ്സിറ്റികൾക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. 2025 കരിക്കകത്തമ്മ പുരസ്കാരം പ്രമുഖ വ്യവസായിയും ജനം TV മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ചെങ്കൽ രാജശേഖരൻ നായർക്ക് സമർപ്പിക്കും. പ്രശസ്തി പത്രവും ഫലകവും 50,000 രൂപയുമാണ് പുരസ്കാരം. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് പുരസ്കാരം സമ്മാനിക്കുക. കരിക്കകം ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നൂലുകൊണ്ട് വെച്ചൊരു പടമുണ്ട്. 50,000 രൂപയും പിന്നെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഷാഡോ ഇട്ട് ആദരിക്കുകയാണ്. അത് സാമൂഹ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ചെയ്തവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതാണ്. ഈ വർഷം ചെങ്കൽ രാജശേഖരൻ അവർക്കാണ് ഇത് കൊടുക്കുന്നത്. അദ്ദേഹം ഇവിടെ പാടാത്ത ഗണപതി ക്ഷേത്രം ചെയ്തു ഉപകാരവും മറ്റു പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു എന്റർപ്രണർ, ഒരു എന്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് കൂടെ ചേർത്ത് ഇങ്ങനെ വലിയ 2 കാര്യങ്ങൾ. ഒരു സൈഡിൽ ജീവിത മാർഗ്ഗങ്ങൾ കണ്ടെത്താനുള്ള വഴി കൊടുക്കുന്നു, മറു സൈഡിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് താങ്ങ് കൊടുക്കുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇത്തവണ നമ്മൾ അങ്ങനെ ഒരു സെലക്ഷൻ എടുത്തിരുന്നത്. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.